ഹലോ, ഞാൻ ഒരു ബീഫ് റെസിപ്പി ഇന്ന് ഷെയർ ചെയ്യാം. കഴുകി വെച്ചിരിക്കുന്ന 1.5 കിലോ ബീഫിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറിക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ശരിയാക്കാം. 2 വലിയ സവോള നീളത്തിലരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂൺ വീതം, 4 പച്ചമുളക് നെടുകെ കീറിയത്, ആവശ്യത്തിന് കറിവേപ്പില, വലിയൊരു തക്കാളി ചെറുതായി അരിഞ്ഞത്, പൊടികളായിട്ട് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ബീഫ് ഇവിടെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് സവോള ചേർത്ത് നന്നായി ഇളക്കുക. സവോള ഒരു പകുതി പാകമാകുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി, മുളക്, കറിവേപ്പില ഇവ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഇത് ഒരു ബ്രൗൺ നിറാവുന്നത് വരെ നമ്മൾ വഴറ്റണം. ബ്രൗൺ നിറായി കഴിയുമ്പോൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം അതിലോട്ട് ചേർത്ത് കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ വഴറ്റണം. അത് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി വെന്തതിന് ശേഷമാണ് നമ്മൾ ബീഫ് ആഡ് ചെയ്യുക. അപ്പം ഞാൻ തക്കാളി ചേർക്കുന്നതിനോടൊപ്പം ബീഫ് വേവിച്ച കുറച്ച് വെള്ളം കൂടെ അതിലോട്ട് ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കും. തക്കാളിയൊക്കെ ഇവിടെ വെന്ത് ഒരു പാകമായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് ബീഫ് ആ വെള്ളത്തോടു കൂടി തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി കുറച്ച് ചാറ് നമ്മൾ വറ്റിച്ചെടുക്കണം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ബീഫിൻ്റെ ഗ്രേവി നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ രീതിയിൽ ഗ്രേവിയിലാണ് ഉണ്ടാക്കുന്നത്. കാരണം പൊറോട്ടയ്ക്ക് അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന പാകത്തിന്. അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഞാൻ ഇവിടെ കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നത് കഴിക്കാൻ പോകുന്നത് പൊറോട്ടയുടെ കൂടെയാണ്. ഈ ഒരു കറി നിങ്ങൾക്ക് പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. താങ്ക്സ് ഫോർ വാച്ചിങ്.